പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഗോകുൽദാസ് ഇവിടെ ഒരുപാട് എത്രയാണ് മിസ്സിംഗ് എന്ന കണക്ക് ഇപ്പോഴും ഇല്ല. അത് ഞാൻ പറഞ്ഞത് അത് എപ്പോഴെങ്കിലും അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടായില്ല പറ്റും. കാര്യം ഇപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട സഹായത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിലും മാത്രമല്ല ഇപ്പോൾ ഇനി തെരച്ചിൽ പോലും ഒരുപക്ഷെ ഈ ഫൈനൽ പട്ടിക ഉണ്ടാവണം. അത് എങ്ങനെയാണ് സാധ്യമാവുക? നമുക്ക് 2-3 കാര്യങ്ങളല്ലേ ഇപ്പം പല രീതിയിൽ അതിനകത്ത് ഇപ്പം നമുക്ക് തടസ്സങ്ങൾ വരുന്ന വണ്ടിയിൽ പോയ ആളുകളുണ്ടാകും, ടൂറിസം മേഖലയിൽ റിസോർട്ടുകളിൽ വന്ന ആളുകളാണ്. ചിലതൊന്നും കൃത്യമായി നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രമേ അവർ പുറത്തു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവിടെ വരുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വൈകാരികമായി അദ്ദേഹം പറഞ്ഞ നമുക്കൊക്കെ വളരെ വൈകാരികമായ ബന്ധമുള്ളൊരു പ്രദേശമാണ്. ഒത്തിരി ആളുകൾ 80% ആളുകൾ നേരിട്ട് പേര് വിളിക്കാൻ കഴിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾക്ക് തകർന്നിരിക്കണം. പക്ഷേ അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കഴിഞ്ഞ പുത്തുമലയിലുണ്ടായ ഒരു പ്രയാസമുണ്ട് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴാണ്. പുത്തുമല നിങ്ങൾ പുതിയ പുനരധിവാസം നടത്തിയ സ്ഥലത്ത് പോയാൽ നമുക്ക് മനസ്സിലാകുമോ അവരുടെ പ്രയാസങ്ങൾ. അപ്പോൾ അതുണ്ടാകാതെ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഞങ്ങൾക്കൊക്കെ അതിനകത്ത് പറയാനുള്ളത്. എല്ലാ രീതിയിലുള്ള സഹകരണമാണ്. പക്ഷേ അതിനകത്തൊരു വീഴ്ചയില്ലാതെ പാളിച്ചയില്ലാതെ ഈ ആളുകളെ പുനരുദ്ധരിക്കാനുള്ള കൃത്യമായ നടപടി ഉണ്ടാകണം. അതിൽ വീഴ്ചയുണ്ടായി കഴിഞ്ഞാൽ വലിയ അജിറ്റേഷൻ വയനാട്ടിൻ്റെ ഭാഗത്തുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അതിനകത്തൊരു വീഴ്ച ഉണ്ടാകുക ഞങ്ങൾ ആരും അനുവദിക്കില്ല, പറ്റില്ല. കാരണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവർക്കൊക്കെ കൂട്ടായി താമസിച്ച് അവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. അവിടെയൊന്നും വീടുകൾക്ക് മതിലുകളില്ല. ഹൃദയം പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അവരുടെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ അങ്ങ് വല്ലാതെയായിപ്പോവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കി അവർക്ക് എല്ലാവർക്കും കഴിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അത് കൃത്യമായി സമയബന്ധിതമായി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ട് അടക്കം എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നതിനപ്പുറം ഈ റീബിൽഡ് വയനാടിന് വേണ്ടി ചെയ്യുന്ന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% കൂടെ നിൽക്കാൻ പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് ഏത് രാഷ്ട്രീയയുടെ ബാധ്യതയാണ് അല്ലേ? 100 അല്ല 101% കൂടെ നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതിനകത്ത് ആളുകൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് ഒരു വീഴ്ചയില്ലാത്ത രീതിയിൽ സഹായം എത്തിക്കുക എന്നുള്ളത് അതിന് നമ്മുടെ ലോക മലയാളികളും അതോടൊപ്പം നമ്മുടെ പുറത്തുള്ള ആളുകളും മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളും മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളും എല്ലാവരും തയ്യാറാകും. അതിനകത്ത് മനുഷ്യനോട് സ്നേഹമുള്ള ആളുകളാണ്. അവരെ നമുക്ക് കൂടെ നിർത്താൻ കഴിയും. അവരുടെ മനസ്സിപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥ. അവരെ കൂടെ നിർത്തി നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതിനൊരു കൃത്യമായ പാക്കേജ് ഉണ്ടാക്കി ഇപ്പോൾ ചില സംഭവങ്ങളിലൊക്കെ പാളിച്ചകൾ വരുന്ന പ്രയാസങ്ങളുണ്ട്. അവിടെ ഇന്നലെയും നോക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വന്ന അത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഇതിനകത്ത് കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരൊക്കെ